ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത MLAമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാ കക്ഷിയോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് AICC അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVKയ്ക്ക് സാധിച്ചില്ല. 118 MLAമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVKയ്ക്ക് കോൺഗ്രസിന്റെ 5 MLAമാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPIM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നിയമസഭാ കക്ഷിയോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നിയമസഭാ കക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരീനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible. കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. UN ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന 2ാമത് അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded
comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ നാഗരികതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്ര ചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 പേരെ ED അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ED നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പ് റാസ് നടന്നു. ചെമ്പെടുപ്പ് റാസയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8-നാണ് ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FCയെ നേരിടും. വൈകിട്ട് 5-ന് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500ഓളം ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8ഓളം യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയും 3 പേർ മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേരളത്തിൽ വേനൽ മഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.